ഹലോ, നമസ്കാരം സർ. ABC ബാങ്കിൽ നിന്നാണ്. താങ്കൾ ഞങ്ങളുടെ ഒരു VIP കസ്റ്റമർ ആയതുകൊണ്ട് ഒരു ഓഫർ ഉണ്ട് സർ. അതിനെപ്പറ്റി സംസാരിക്കാനാണ് വിളിച്ചത്. അതെ, ഇപ്പൊ നമ്മുടെ ആധാർ കാർഡ് നമ്പർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാം. ഓഫീസിലേക്ക് വരണം എന്നില്ല സർ. ഞാനിപ്പോ ഒരു OTP നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്യാമോ? ഒരു 4 ഡിജിറ്റ് നമ്പർ ആണ്. ഇത് മാത്രമല്ല സർ, മറ്റൊരു ഓഫറും കൂടിയുണ്ട്. ഇങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു 30 രൂപ അധികം ഇപ്പൊ തന്നെ ക്രെഡിറ്റ് ആവും. ഒന്ന് ചെക്ക് ചെയ്യാമോ? ഒരു 4 ഡിജിറ്റ് നമ്പർ ആണ്. OTP ആണ് സർ. അതെ 3457. ഓക്കെ, ശരി സർ. ഒന്ന് ചെക്ക് ചെയ്യണേ. ഇപ്പൊ തന്നെ ക്രെഡിറ്റ് ആവും. റിവാർഡ് പോയിന്റ്സ് ആണ്. 30 രൂപ വരും. ഓക്കെ, താങ്ക് യു. ശരി. എത്ര പെട്ടെന്ന് ആൾക്കാർ പറ്റിക്കപ്പെടുന്നത് അല്ലെ? ഇങ്ങനെ ഒരു ഫോൺ കോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നാൽ ഒരുപക്ഷെ നിങ്ങളും ഷെയർ ചെയ്യുമായിരിക്കും OTP അല്ലെ? പക്ഷെ അങ്ങനെ ഷെയർ ചെയ്യാനുള്ളതല്ല OTP. OTP എന്ന് പറയുന്നത് എന്താണ്? അതൊരു 1 ടൈം പാസ്വേഡ് ആണ്. എക്സ്ട്രാ സെക്യൂരിറ്റിക്ക് വേണ്ടി ബാങ്കുകൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനമാണ് OTP. അത് രണ്ടാമതൊരാൾക്ക് ഷെയർ ചെയ്യാനുള്ളതല്ല. അതിന് വിളിക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആണെന്ന് പറഞ്ഞാലും ഓർക്കുമല്ലോ അല്ലെ? ഓർമ്മിപ്പിക്കുന്നത് RJ അഞ്ജലിയാണ്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ബൈ.